ഗുരുവായൂരപ്പ ശരണം. എന്താണ് നാരായണീയം? നമുക്ക് നോക്കാം. പരമാത്മസ്വരൂപനായ ഭഗവാന്റെ തൃപ്പാദഭക്തിയിൽ മുഴുകി ജീവിച്ച പരമജ്ഞാനിയായ കവിയായിരുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. വാതരോഗത്താൽ പീഡിതനായിരുന്ന കവി തൻ്റെ രോഗശമനാർത്ഥം വാതാലയേശനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയെ അഭയം പ്രാപിച്ച് നാരായണീയ രചനയിലൂടെ രോഗമുക്തിയും ആത്മസാക്ഷാത്കാരവും നേടി എന്നാണ് ചിരപ്രതിഷ്ഠിതമായ കഥ. ഗുരുവായൂരപ്പ ഭഗവാന്റെ ഭഗവത് ഭക്തിയിൽ ലീനമായ ഒരു മനസ്സിൽ നിന്നാണ് നാരായണീയം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. നാരായണനെ സംബന്ധിച്ചുള്ളതാകയാലും നാരായണൻ രചിച്ചതിനാലും ഇത് നാരായണീയമാണ് എന്ന് കവി തന്നെ പറയുന്നുണ്ട്. 1559 അതായത് ഇന്നേക്ക് 450 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച് 86 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആയുരാരോഗ്യ സൗഖ്യവാനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ വാതരോഗം ശമിപ്പിക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാനായി ഗുരുവായൂരിലേക്ക് കൊല്ലവർഷം 761 ചിങ്ങമാസം 19-ാം തീയതി ഒരു തിരുവോണ നാളിലായിരുന്നു അത്രേ ഗുരുവായൂർക്ക് പുറപ്പെട്ടത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പ ഭഗവാന്റെ തിരുനടയിൽ ഭജനം പാർത്ത് ഭഗവത് പ്രസാദത്തിനായിട്ട് ഓരോ ദിവസവും ദീപാരാധന സമയത്ത് ഓരോ ദശകമായി എഴുതി തീർത്തതാണ് നാരായണീയം. ദശകം എന്നാണ് പേരെങ്കിലും ഓരോ ദശകത്തിലും 10 മുതൽ 15 വരെ ശ്ലോകങ്ങളുണ്ട്. 65-ാം ദശകത്തിലാണെങ്കിൽ 9 ശ്ലോകങ്ങളേ ഉള്ളൂ. 4-ാം ദശകത്തിലാവട്ടെ 15 ശ്ലോകങ്ങളുണ്ട്. ഇപ്രകാരം എഴുതി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നാരായണീയം ഭക്തിപൂർവം അർച്ചിച്ചു. അന്നു മുതൽക്ക് അസുഖം ഭേദമാകാനും തുടങ്ങി. അങ്ങനെ 100 ദിവസം കൊണ്ട് 1000-ത്തിലധികം ശ്ലോകങ്ങളുള്ള ലോകോത്തരമായ ഒരു ഭാഗവത കഥാമൃതമാകുന്ന സ്വസ്ത്രകൃതിയായ നാരായണീയം ഉണ്ടായി. നാരായണീയം പൂർത്തിയായപ്പോഴേക്കും മേൽപ്പത്തൂരിന് പൂർണ്ണ രോഗവിമുക്തി ഉണ്ടാവുകയും ചെയ്തു. എല്ലാ കൊല്ലവും വൃശ്ചികം 28 നാരായണീയ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എന്ന ഭക്തികാവ്യം എഴുതി പൂർത്തിയാക്കി ഭഗവാന് മുന്നിൽ അർപ്പിച്ചതെന്നാണ് വിശ്വാസം. രോഗമുക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നാരായണത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രാർത്ഥനകളും രോഗമുക്തിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നും പ്രശസ്തമായ നാരായണീയം ഇന്ന് വളരെയേറെ പ്രശസ്തമാവുന്നത്. രോഗശാന്തിക്കായിട്ട് എന്നും നാരായണീയം പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.